നമസ്കാരം. നമസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദ്, പിന്നെ കോഴിക്കോടുള്ള ഡെന്റൽ NGO ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജി, ഉം, ഇവർ തയ്യാറാക്കിയ പഠന സാമഗ്രികൾ അടിസ്ഥാനമാക്കിയുള്ള ഓഡിയോ പരിശീലന പരമ്പരയിലേക്ക് സ്വാഗതം. അതെ. ഇത് പ്രധാനമായും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, പിന്നെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ, ഇവർക്കൊക്കെ കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിൽ ഒരു പരിശീലനം നൽകാൻ വേണ്ടിയുള്ളതാണ്. ശരിയാണ്. ഇന്ന് നമ്മൾ ഈ കൈപ്പുസ്തകത്തിലെ 2ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. പല്ലിന്റെ ഭാഗങ്ങൾ അഥവാ പാർട്സ് ഓഫ് ദി ടൂത്ത്. ഉം, പല്ലുകൾ നമ്മൾ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗം, ഇതിന് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ടോ? അത് ശരിയാണ്. പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. അക്ഷരം കഴിക്കാൻ മാത്രമല്ല, നമ്മുടെ സംസാരം, മുഖത്തിന്റെ ഒരു ഭംഗി, എന്തിന് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പോലും ഈ പല്ലുകൾ വേണം, അല്ലേ? തീർച്ചയായും. നമ്മൾ സാധാരണ കാണുന്നത് ആ വെളുത്ത ഭാഗം മാത്രമാണ്. പക്ഷെ ഓരോ പല്ലും ശരിക്കു പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു ഘടനയാണ്. ഓഹോ. അപ്പോൾ ഈ ഘടനയൊക്കെ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പല്ലുകളെ എങ്ങനെ നോക്കണം, എങ്ങനെ സംരക്ഷിക്കണം, പിന്നെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഇതിനെപ്പറ്റി എങ്ങനെ പറഞ്ഞുകൊടുക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡെന്റൽ ഡോക്ടർമാരുടെ സേവനം അത്ര എളുപ്പത്തിൽ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഈ അറിവ് വളരെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിലെ വിവരങ്ങളിലൂടെ പല്ലിന്റെ ഉള്ളിലേക്കൊന്ന് ഒരു യാത്ര പോയാലോ? പോകാം. എന്തൊക്കെയാണ് ഒരു പല്ലിന്റെ പ്രധാന ഭാഗങ്ങൾ, ഓരോന്നും എന്തു ചെയ്യുന്നു, പിന്നെ ഈ പാൽപ്പല്ലുകൾ, അതിനെ നമ്മൾ അത്ര കാര്യമാക്കാറില്ല, അല്ലേ? എന്തുകൊണ്ടാണ് അതിനിത്ര പ്രാധാന്യം? ഉണ്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ നോക്കാം. പിന്നെ ഈ അറിവ് നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായും. തുടങ്ങാം. ഓക്കെ. അപ്പോ ആദ്യം തന്നെ പറയട്ടെ, മനുഷ്യർക്ക് ജീവിതത്തിൽ സാധാരണയായി 2 തരം പല്ലുകളാണ് വരുന്നത്. 2 തരം. ഒന്ന് പാൽപ്പല്ലുകൾ, ബേബി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയും. പിന്നെ സ്ഥിരദന്തങ്ങൾ, അതായത് പെർമനന്റ് ടീത്ത്. പാൽപ്പല്ല്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ചെറിയ പല്ലുകളാണ് ഓർമ്മ വരുന്നത്. എപ്പോഴാ ഇത് വന്നു തുടങ്ങുന്നത്? സാധാരണയായിട്ട് ഒരു 6 മാസം പ്രായമാകുമ്പോഴാണ് ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത്. 6 മാസം? അതെ. പിന്നെ ഒരു 3 വയസ്സാകുമ്പോഴേക്കും ഏതാണ്ട് 20 പാൽപ്പല്ലുകളും വന്നിട്ടുണ്ടാവും. ആകെ 20 എണ്ണം? അതെ, 20 എണ്ണം. ഈ പല്ലുകളാണ് കുട്ടിയെ ചവയ്ക്കാനും സംസാരിക്കാൻ പഠിക്കാനും ചിരിക്കാനും ഒക്കെ സഹായിക്കുന്നത്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിന്നീട് വരാൻ പോകുന്ന സ്ഥിരദന്തങ്ങൾക്ക് സ്ഥലം കാത്തു സൂക്ഷിക്കുക എന്നൊരു ജോലി കൂടി ഈ പാൽപ്പല്ലുകൾ ചെയ്യുന്നുണ്ട്. ആഹാ. അപ്പൊ ഈ സ്ഥിരദന്തങ്ങളോ, അതെപ്പോഴാ വരുന്നത്? സാധാരണ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. ആ സ്ഥാനത്തേക്കാണ് സ്ഥിരദന്തങ്ങൾ വരുന്നത്. മുതിർന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ 32 സ്ഥിരദന്തങ്ങളാണ് ഉണ്ടാവുക. 32? അതെ. ഇവയാണ് പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവേണ്ടത്. ഭക്ഷണമൊക്കെ നന്നായി ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതും ഇവ തന്നെയാണ്. അപ്പോ ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുമെങ്കിലും അവ പ്രധാനപ്പെട്ടതാണെന്ന് സാരം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ആരോഗ്യം, അത് സ്ഥിരദന്തങ്ങളുടെ ശക്തിയെയും സ്ഥാനത്തെയും ഒക്കെ സ്വാധീനിക്കും. ഓക്കെ. അപ്പോ പല്ലിന്റെ ഘടനയിലേക്ക് വരാം. പുറമേ കാണുന്ന പോലെയല്ല, ഓരോ പല്ലിനും അതിൻ്റെതായ ഭാഗങ്ങളുണ്ട്, അല്ലേ? ശരിയാണ്. ഒരു പല്ലെടുത്താൽ അതിനെ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് ക്രൗൺ, അതായത് പല്ലിന്റെ മുകൾ ഭാഗം. ക്രൗൺ. പിന്നെ റൂട്ട്, അതായത് പല്ലിന്റെ വേര്. ക്രൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിരിക്കുമ്പോൾ കാണുന്ന ഭാഗം. അതെ, അതുതന്നെ. മോണയ്ക്ക് മുകളിലായിട്ട് നമ്മൾ കാണുന്ന ഭാഗം. ഇതിന്റെ ആകൃതി ഓരോ പല്ലിനും വ്യത്യാസമായിരിക്കും, അതിന്റെ സ്ഥാനവും ഉപയോഗവും അനുസരിച്ച്. ഇപ്പം മുൻപല്ലുകൾ ഇൻസൈസേഴ്സ് എന്ന് പറയും. അത് ഭക്ഷണം കടിച്ചു മുറിക്കാൻ പാകത്തിന് പരന്നതായിരിക്കും. ശരി. വശങ്ങളിലെ കോമ്പല്ലുകൾ കെനൈൻസ്. അവയ്ക്ക് ഭക്ഷണം വലിച്ചു കീറാൻ കൂർത്ത അഗ്രങ്ങളുണ്ടാകും. പിന്നിലെ അണക്കല്ലുകൾ മോളേഴ്സ്. അവയ്ക്ക് ഭക്ഷണം ചവച്ചരയ്ക്കാൻ നല്ല വിസ്താരമുള്ള പ്രതലമായിരിക്കും. ഓക്കെ. അപ്പോ റൂട്ട്, അത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ല. റൂട്ട് അഥവാ വേര്, അത് മോണയ്ക്കുള്ളിലാണ്. താടിയെല്ലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഭാഗമാണ്. ഒരു മരം,
മണ്ണിൽ ഉളച്ചു നിൽക്കുന്നത് അതിന്റെ വേരുകൊണ്ടാണല്ലോ. അതുപോലെ പല്ലിനെ എല്ലിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ റൂട്ടുകളാണ്. ഓഹോ. ചില പല്ലുകൾക്ക് ഒരു റൂട്ടേ കാണൂ. പക്ഷെ അണപ്പല്ലുകൾക്ക് ചിലപ്പോൾ 2ഓ 3ഓ റൂട്ടുകൾ വരെ ഉണ്ടാകാം. ഈ വേരുകളാണ് പല്ലിന് ആ ബലം കൊടുക്കുന്നത്. അപ്പോ ഒരു പല്ലിന്റെ ഉള്ളിലേക്ക് നോക്കിയാലോ? അവിടെ എന്തൊക്കെയാണ്? ഒരു ഉള്ളി പൊളിക്കുന്ന പോലെ പാളികളാണോ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. പല്ലിന് പ്രധാനമായും 3 പാളികളുണ്ട്. ഏറ്റവും പുറത്ത് കാണുന്ന പാളി അതാണ് ഇനാമൽ. ഇനാമൽ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല്ലിന്റെ ആ വെളുത്ത നല്ല തിളക്കമുള്ള ഭാഗം. അതെ, ഈ ഇനാമൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവാണ്. ആണോ? അതെ, കല്ലുപോലെ ഉറപ്പുള്ള ഒന്നാണ്. അതിന്റെ പ്രധാന ജോലി ഉള്ളിലുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മൾ ചവയ്ക്കുമ്പോഴുള്ള ആ ഒരു പ്രഷർ, പിന്നെ തേയ്മാനം, ഇതിൽ നിന്നൊക്കെ പല്ലിനെ രക്ഷിക്കുന്നത് ഇനാമലാണ്. അപ്പോ ഈ ഇനാമലിന് വേണ്ടര കേടും പറ്റിയാലോ? അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനാമലിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ, അതായത് ഇപ്പോൾ പോട് വന്നു എന്നിരിക്കട്ടെ, ആ ഇനാമൽ നഷ്ടപ്പെട്ടാൽ അത് തനിയെ ഉണ്ടായി വരില്ല. അപ്പം നമ്മുടെ തൊലിയിൽ ഒരു മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങുമല്ലോ. അതെ. അതുപോലെ ഇനാമലിന് പറ്റില്ല. അതുകൊണ്ടാണ് പല്ല് നന്നായി നോക്കണമെന്ന് പറയുന്നത്. അമിതമായി മധുരം കഴിക്കുക, അല്ലെങ്കിൽ ആസിഡുള്ള പാനീയങ്ങൾ കുടിക്കുക ഒക്കെ ചെയ്താൽ ഈ ഇനാമൽ പതിയെ ദ്രവിച്ചു പോകും. അയ്യോ, അപ്പൊ ഇനാമലിനെ നമ്മൾ നന്നായി സംരക്ഷിക്കണം. ഇനി ഇനാമലിന്റെ താഴെയുള്ള പാഴിയോ? ഇനാമലിന് തൊട്ടു താഴെ കാണുന്നതാണ് ഡെന്റിൻ. ഡെന്റിൻ. അതെ, ഇത് ഇനാമലിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റാണ്, കാഠിന്യം കുറവാണ്. ഒരു മഞ്ഞ നിറമായിരിക്കും ഇതിന്. പക്ഷേ എല്ലിനേക്കാളും കാഠിന്യമുണ്ട് കേട്ടോ. ഓക്കെ. ഈ ഇനാമലിന് തേയ്മാനം പറ്റി ഡെന്റിൻ പുറത്തേക്ക് കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല്ലിന് പുളിപ്പ്, ടൂത്ത് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. ആ പുളിപ്പ്, അതിന്റെ കാരണം ഇതാണല്ലേ? അതെ, കാരണം ഡെന്റിനിലൂടെ ചൂടും തണുപ്പുതൊക്കെ പെട്ടെന്ന് ഉള്ളിലുള്ള ഞരമ്പുകളിലേക്കെത്തും. ഓഹോ. ഇനി ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ്? പല്ലിന്റെ ഏറ്റവും അകത്തുള്ള ജീവനുള്ള ഭാഗം, അതാണ് പൾപ്പ്. പൾപ്പ്. ഇത് വളരെ മൃദുവായിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിനകത്താണ് രക്തക്കുഴലുകളും ബ്ലഡ് വെസൽസ്, പിന്നെ ഞരമ്പുകളും നെർവ്സുമുള്ളത്. രക്തക്കുഴലുകൾ പല്ലിന് വേണ്ട പോഷകങ്ങളൊക്കെ കൊടുത്ത് അതിനെ ജീവനോടെ നിർത്തുന്നു. ഞരമ്പുകളാണ് ഈ ചൂട്, തണുപ്പ്, വേദന, മർദ്ദം ഇതൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പോ ഈ പല്ലുവേദന വരുന്നത് ഈ പൾപ്പിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണോ? സാധാരണയായി അതെ. പല്ലിലെ കേട്, അതായത് പോട്, ഇനാമലും ഡെന്റിനുമൊക്കെ കടന്ന് ഈ പൾപ്പ് വരെ എത്തിയാൽ അവിടെ അണുബാധ വരും, ഇൻഫെക്ഷൻ വരും, നീർക്കെട്ടുണ്ടാകും. അതാണ് ഈ കഠിനമായ പല്ലുവേദനയ്ക്ക് കാരണം. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ പല്ല് അടയ്ക്കുക, ഫില്ലിംഗ് എന്നതിനേക്കാൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചികിത്സ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ശരി ശരി. അപ്പം പല്ലിന്റെ പ്രധാന പാളികൾ നമ്മൾ മനസ്സിലാക്കി. ഇനി പല്ലിനെ താങ്ങി നിർത്തുന്ന ചില ഭാഗങ്ങളില്ലേ, അതിനെക്കുറിച്ച് കൂടി പറയാമോ? പറയാം. പല്ലിന്റെ വേരിനെ, അതായത് റൂട്ടിനെ പൊതിഞ്ഞുകൊണ്ട് സിമന്റം എന്ന് പറയുന്നൊരു പാളിയുണ്ട്. സിമന്റം. അതെ, ഇത് ഏകദേശം എല്ലുപോലെയുള്ളൊരു പദാർത്ഥമാണ്. ഈ സിമന്റവും താടിയെല്ലും, അതായത് ജോ ബോൺ, തമ്മിൽ ചെറിയ നാരുകൾ വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പെരിയോഡോണ്ടൽ ലിഗമെന്റ് എന്നാണ് അതിന് പറയുക. ഈ നാരുകളാണ് പല്ലിനെ ആ എല്ലിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ താടിയെല്ലിനും നല്ല പങ്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. താടിയെല്ലാണ് ഈ വേരുകൾക്കൊരു വീട് പോലെ നിൽക്കുന്നത്. പിന്നെ മോണ, ഗംസ് അഥവാ ജിഞ്ചൈവ. മോണ. പല്ലിന് ചുറ്റും കാണുന്ന ആ പിങ്ക് നിറത്തിലുള്ള ഭാഗം, അത് താടിയെല്ലിനെ പൊതിയുന്നു, പല്ലിന്റെ വേരിനെ സംരക്ഷിക്കുന്നു. ആരോഗ്യമുള്ള മോണ പല്ലിനോടിങ്ങനെ ചേർന്നിരുന്ന് ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കും, ബാക്ടീരിയ ഒന്നും ഉള്ളിലേക്ക് കടക്കാതെ. ചിലപ്പോ ഈ മോണയിൽ നിന്നൊക്കെ ബ്രഷ് ചെയ്യുമ്പോ രക്തം വരാറുണ്ടല്ലോ, അതെന്താ? അത് മോണരോഗത്തിന്റെ ഒരു ലക്ഷണമാകാം. മോണയ്ക്ക് ചുവപ്പ് നിറം, ചെറിയ വീക്കം, ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലാതെയോ രക്തം വരുന്നത്, ഇതൊക്കെ ജിഞ്ചുവൈറ്റിസ് എന്ന് പറയുന്ന മോണരോഗത്തിന്റെ ആദ്യത്തെ സ്റ്റേജാകാം. ഓഹോ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പീരിയോഡോണ്ടൈറ്റിസ് എന്ന കുറച്ചുകൂടി ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാം. അതെന്താണ്? അത് പല്ലിനെ പിടിച്ചു നിർത്തുന്ന എല്ലിനെ വരെ ബാധിക്കാം. അങ്ങനെ എല്ലിന് ബലക്ഷയം വന്ന് പല്ല് ഇളകാനും ചിലപ്പോ നഷ്ടപ്പെടാനും വരെ കാരണമാകും. അയ്യോ. അപ്പോ മോണയുടെ ആരോഗ്യവും പല്ലുപോലെ തന്നെ നോക്കണം. തീർച്ചയായും, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഏകദേശം പല്ലിന്റെ ഒരു ഘടന മനസ്സിലായി. ഒരു ചെറിയ പല്ലിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടല്ലേ? അതെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പലതരം പല്ലുകളുണ്ടെന്ന്, മുൻപല്ലൊരു കോമ്പല്ലെന്നൊക്കെ, അതൊന്നുകൂടി വ്യക്തമാക്കാമോ? ആക്കാം. നമ്മുടെ വായിൽ പ്രധാനമായിട്ടും 4 തരം പല്ലുകളുണ്ട്. 4 തരം? ഒന്ന് ഉളിപ്പല്ലുകൾ, ഇൻസൈസേഴ്സ്, അതായത് മുന്നിലുള്ള 4 പല്ലുകൾ.
മുകളിലും താഴെയുമായിട്ട്. ഇവ ഭക്ഷണം ഇങ്ങനെ കടിച്ചു മുറിക്കാൻ വേണ്ടിയുള്ളതാണ്. ശരി. 2 കോമ്പല്ലുകൾ, കെനൈൻസ് അഥവാ കസ്പിഡ്സ്. ഈ ഉളിപ്പല്ലുകളുടെ 2 സൈഡിലുമായി കാണുന്ന കൂർത്ത പല്ലുകൾ. കൂർത്ത പല്ല്. അതെ, ഭക്ഷണം ഇങ്ങനെ വലിച്ചു കീറാനൊക്കെ സഹായിക്കുന്നത് ഇവയാണ്. ഓക്കെ. 3 അഗ്രചർവണകങ്ങൾ, പ്രീമോലാർസ് അഥവാ ബൈക്കസ്പിഡ്സ്. ഇത് കോമ്പല്ലുകൾക്കും അണപ്പല്ലുകൾക്കും ഇടയിലായി വരും. ഇവ സ്ഥിരദന്തങ്ങളിൽ മാത്രമേ കാണൂ. പാൽപ്പല്ലുകളുടെ കൂട്ടത്തിൽ ഇവയില്ല. ഇവ ഭക്ഷണം ചതയ്ക്കാനും പൊടിക്കാനുമൊക്കെയാണ് സഹായിക്കുന്നത്. 4 ചർവണകങ്ങൾ, മോലാഴ്സ്. ഏറ്റവും പിന്നിലുള്ള നല്ല വിസ്താരമുള്ള പല്ലുകൾ. ഇവയാണ് ഭക്ഷണം നന്നായിട്ട് അരച്ച് ചവയ്ക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഇൻസൈസേഴ്സ്, കെനൈൻസ്, പ്രീമോലാർസ്, മോലാർസ്. അതെ. കുട്ടികളെ ഇത് പഠിപ്പിക്കുമ്പോ അവർക്കിതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അതെ, നല്ല ചോദ്യമാണ്. ഓരോ പല്ലിന്റെയും ആ ഷേപ്പ്, അതിന്റെ ആകൃതി, അത് ചെയ്യുന്ന ജോലിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോ മുൻപല്ല് ഒരു കത്രിക പോലെയാണ്, അത് മുറിക്കുന്നു. കോമ്പല്ല് ഒരു മുള്ളുപോലെയാണ്, അത് കീറുന്നു. അണപ്പല്ല് ഒരു അമ്മിക്കല്ല് പോലെയാണ്, അത് അരയ്ക്കുന്നു. അങ്ങനെയുള്ള ചെറിയ ഉദാഹരണങ്ങൾ പറയാം. അത് കൊള്ളാം. പിന്നെ കളിമണ്ണ് കൊണ്ടോ മറ്റോ ഈ പല്ലുകളുടെ ഓരോ മോഡലുണ്ടാക്കി കാണിക്കുന്നതും നല്ലതാണ്. അവർക്കത് തൊട്ടുനോക്കി മനസ്സിലാക്കാമല്ലോ. ശരിയാണ്. ഇനി ഈ പല്ലുകൾക്ക് ഭക്ഷണം ചവയ്ക്കുക എന്നതിനപ്പുറം വേറെയും ജോലികളുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണ്? ഉണ്ട്. പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ ഓർത്തുവെക്കാം. ഓക്കെ. 1, നമ്മൾ പറഞ്ഞ പോലെ ചവയ്ക്കൽ, മാസ്റ്റിക്കേഷൻ. ഭക്ഷണം നന്നായി അരച്ചു കഴിച്ചാൽ ദഹനം എളുപ്പമാകും. അതിലെ പോഷകങ്ങൾ നന്നായിട്ട് ശരീരത്തിന് കിട്ടും. ശരിയാണ്. നന്നായി ചവയ്ക്കാതെ വിഴുങ്ങിയാൽ ദഹനക്കേടുണ്ടാകാം. 2, സംസാരം, സ്പീച്ച്. സംസാരമോ? അതെ. ത, ദ, ഫ, സ ഇങ്ങനെയുള്ള പല അക്ഷരങ്ങളും നല്ല വ്യക്തമായിട്ട് ഉച്ചരിക്കണമെങ്കിൽ പല്ലുകൾ വേണം. പ്രത്യേകിച്ച് മുൻനിരയിലെ പല്ലുകൾ. ഓഹോ. പല്ല് നഷ്ടപ്പെട്ടാൽ ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. സംസാരത്തിന് ഒരു വ്യക്തത കുറയും. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ശരിയാണ്. 3, മുഖത്തിന്റെ രൂപം, ഫേഷ്യൽ അപ്പിയറൻസ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ. പല്ലുകൾ നമ്മുടെ ചുണ്ടിനും കവിളിനുമൊക്കെ ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട്. അത് മുഖത്തിനൊരു ഷേപ്പ് കൊടുക്കുന്നു. പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ കവിൾ ഒട്ടിപ്പോഴതുപോലെ തോന്നും, ഒരു പ്രായക്കൂടുതൽ തോന്നും. പിന്നെ നല്ലൊരു പുഞ്ചിരി, അത് നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമല്ലേ? തീർച്ചയായും. അപ്പൊ അതും പല്ലിന്റെ ഒരു പ്രധാന ജോലിയാണ്. ഇനി നമുക്ക് ഈ പാൽപ്പല്ലുകളിലേക്ക് ഒന്നുകൂടി വരാം. കാരണം പല രക്ഷിതാക്കളും ചിന്തിക്കുന്നത് അതെന്തായാലും കൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, അതിനിപ്പോ ഇത്ര ശ്രദ്ധ കൊടുക്കണോ എന്നാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ഒരു ചിന്ത, അത് തികച്ചും തെറ്റാണ്. പാൽപ്പല്ലുകൾ കുട്ടിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് വളരെ ഒരു അടിത്തറയാണ്. അവയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്. ഓഹോ. 1, കുട്ടിക്ക് നന്നായി ഭക്ഷണം ചവച്ചു കഴിക്കണമെങ്കിൽ പാൽപ്പല്ല് വേണം. എന്നാലല്ലേ നല്ല പോഷകാഹാരം കിട്ടി അവർ വളരൂ. ശരിയാണ്. 2, വ്യക്തമായി സംസാരിക്കാൻ പഠിക്കാൻ ഈ പല്ലുകൾ സഹായിക്കുന്നു. 3, ഏറ്റവും പ്രധാനമായിട്ട് പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾക്ക് അവയുടെ ശരിയായ സ്ഥാനത്ത് വരാൻ ആവശ്യമായ സ്ഥലം താടിയെല്ലിൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് ഈ പാൽപ്പല്ലുകളാണ്. ഒരു ഗൈഡിനെ പോലെ സ്ഥലം പിടിച്ചുവെക്കുന്ന ഒരു ജോലി കൂടിയുണ്ട്. അതെ. അപ്പോ ഒരു പാൽപ്പല്ല് ഇപ്പോ കേടുവന്നോ അല്ലെങ്കിൽ വീണ് ഒടിഞ്ഞോ ഒക്കെ അതിന്റെ സമയത്തിന് മുന്നേ പോയാല് എന്ത് സംഭവിക്കും? അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാം. ഒരു പാൽപ്പല്ല് നേരത്തെ നഷ്ടപ്പെട്ടാൽ ആ ഗ്യാപ്പില്ലേ, ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അടുത്തുള്ള പല്ലുകൾ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും. ഓഹോ. അപ്പോ പിന്നെ ആ സ്ഥാനത്ത് കറക്റ്റ് സമയത്ത് വരേണ്ട സ്ഥിരദന്തത്തിന് വരാൻ സ്ഥലമുണ്ടാവില്ല. അയ്യോ. അപ്പൊ എന്തുപറ്റും? ആ സ്ഥിരദന്തം ഒന്നുകിൽ നിര തെറ്റിവരും, അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ ഇങ്ങനെ തിങ്ങിഞ്ഞെരിഞ്ഞു വരും. ഇത് പിന്നീട് ശരിയാക്കണമെങ്കിൽ പല്ലില് കമ്പിയിടുക, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് പോലുള്ള ചികിത്സകളൊക്കെ വേണ്ടിവരും. അതിനൊരുപാട് സമയവും പണച്ചെലവുമൊക്കെ വരും. അപ്പൊ ഈ പാൽപ്പല്ല് നിസ്സാരക്കാരനല്ല. ഒട്ടുമല്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ പല്ല് എപ്പോ മുതലാണ് നമ്മൾ സംരക്ഷിച്ചു തുടങ്ങേണ്ടത്? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? കുഞ്ഞിന് ആദ്യത്തെ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങണം. പല്ല് വരുന്നതിന് മുൻപോ? ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷവും നല്ല വൃത്തിയുള്ള നനഞ്ഞ ഒരു സോഫ്റ്റ് തുണി കൊണ്ട് മോണ പതുക്കെ തുടച്ച് വൃത്തിയാക്കണം. മോണ തുടയ്ക്കണം. അതെ. പിന്നെ ആദ്യത്തെ പല്ല് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ തലയും നല്ല സോഫ്റ്റ് ബ്രിസ്റ്റിലുകളുമുള്ള ഒരു ബേബി ടൂത്ത് ബ്രഷ് കിട്ടും.
അതുപയോഗിച്ച് പല്ല് പതുക്കെ വൃത്തിയാക്കാൻ തുടങ്ങാം. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മതി. ഒരു പയറുമണിയുടെ അത്രയും കുട്ടികൾക്കുള്ള ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ദിവസം 2 നേരം, രാവിലെ ഭക്ഷണശേഷം, പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ്. ഇത് നിർബന്ധമായും ചെയ്യിക്കണം. ഈ വിവരങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകർക്കും അംഗനവാടി ടീച്ചർമാർക്കുമൊക്കെ രക്ഷിതാക്കൾക്ക് പറഞ്ഞുകൊടുക്കാൻ വളരെ ഉപകാരപ്പെടും. തീർച്ചയായും. കാരണം ആരോഗ്യമുള്ള പല്ലുകൾ, ആരോഗ്യമുള്ള കുട്ടിയെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതെ അതെ. പല്ലില് വേദനയില്ലാത്തൊരു കുട്ടിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, നന്നായി ഉറങ്ങാൻ പറ്റും, സ്കൂളിൽ പോയാൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും, ആത്മവിശ്വാസത്തോടെ ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും. ശരിയാണ്. ഈ പല്ലിലെ പോടുകളൊന്നും ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് ചിലപ്പോ ഇൻഫെക്ഷനായിട്ട് പനി വരാം, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വളരെ അപൂർവമായിട്ടാണെങ്കിലും ഈ വായിലെ അണുബാധ രക്തത്തിൽ കലർന്ന് ഹൃദയം പോലുള്ള അവയവങ്ങളെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും ഗുരുതരമാകാം. അതുകൊണ്ട് കുട്ടികളുടെ പല്ലിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഈ കേൾക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കുമൊക്കെ അവരുടെ ചുറ്റുമുള്ള കുട്ടികൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളുടെ ദന്താരോഗ്യം ഉറപ്പാക്കാൻ? വളരെ ലളിതമായ കാര്യങ്ങളാണ്, പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യണം. 1. ദിവസം 2 നേരം ബ്രഷ് ചെയ്യുക എന്നത് നിർബന്ധമാക്കുക, രാവിലെയും രാത്രിയും. ഓക്കെ. 2. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. പേസ്റ്റ് വളരെ കുറച്ച്, ഒരു പയറുമണിയുടെ അളവിൽ മതി. ഫ്ലൂറൈഡുള്ള പേസ്റ്റ് നോക്കി വാങ്ങാൻ പറയുക. ശരി. 3. മധുരമുള്ള ഭക്ഷണങ്ങൾ, ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതിന്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ പറയുക, പ്രത്യേകിച്ച് ഇടനേരങ്ങളിൽ കഴിക്കുന്നത്. സ്നാക്സ് ആയിട്ട്. അതെ. 4. കുട്ടികളെ കൃത്യമായ ഇടവേളകളിൽ ഒരു ദന്തപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കുക. എത്ര ഇടവിട്ട്? ചുരുങ്ങിയത് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും, പറ്റുമെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ നല്ലതാണ്. ഓക്കേ. പിന്നെ സ്കൂളുകളിലും അംഗനവാടികളിലുമൊക്കെ ഈ പല്ല് തേയ്ക്കുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ ശരിയായ രീതി, ഇതൊക്കെ കുട്ടികൾക്ക് രസകരമായിട്ട് പറഞ്ഞു കൊടുക്കാം, പാട്ടുകളിലൂടെയോ കളികളിലൂടെയോ ഒക്കെ. ഒരു ആരോഗ്യമുള്ള പുഞ്ചിരി മത്സരം, ഹെൽത്തി സ്മൈൽ കോൺടെസ്റ്റ് ഒക്കെ നടത്തിയാലോ? അതൊരു പ്രോത്സാഹനമാകുമോ? തീർച്ചയായും. അതൊക്കെ നല്ല ആശയങ്ങളാണ്. കളികളിലൂടെയും മത്സരങ്ങളിലൂടെയും പഠിക്കുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാകും. അത് നല്ല ശീലങ്ങൾ വളർത്താൻ ഒരുപാട് സഹായിക്കും. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയില് പല്ലിന്റെ ഭാഗങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യർക്ക് 20 പാൽപ്പല്ലുകളും 32 സ്ഥിരദന്തങ്ങളും വരുന്നു. ഓരോ പല്ലിനും പുറമേ കാണുന്ന ക്രൗണുണ്ട്, എല്ലിനുള്ളിൽ റൂട്ടുണ്ട്. അതെ. ഉള്ളിലേക്ക് പോയാൽ ഇനാമൽ, ഡെന്റിൻ, പൾപ്പ് എന്നീ പാളികളുണ്ട്. പിന്നെ അതിനെ താങ്ങി നിർത്താൻ സിമന്റം, എല്ല്, മോണയൊക്കെയുണ്ട്. ശരിയാണ്. പിന്നെ മുൻപല്ല്, കോമ്പല്ല്, അണപ്പല്ല്, ഓരോന്നിനും ഓരോ ജോലിയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പാൽപ്പല്ലുകൾ. അവ വെറും താൽക്കാലികമല്ല. കുട്ടിയുടെ ഭാവിയിലെ പല്ലുകളുടെ ആരോഗ്യത്തിന് അവ വളരെ പ്രധാനപ്പെട്ടതാണ്. അവ ചവയ്ക്കാനും സംസാരിക്കാനും സഹായിക്കുന്നു, സ്ഥിരദന്തങ്ങൾക്ക് വഴികാട്ടുന്നു. അതെ. അപ്പൊ നേരത്തെയുള്ള ദന്ത സംരക്ഷണം പിന്നീട് വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ അറിവ് പ്രത്യേകിച്ച് ഈ ദന്ത ഡോക്ടർമാരുടെയൊക്കെ സേവനം കുറവുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യപ്രവർത്തകർ, അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ, ഇവർക്കൊക്കെ ഇതെത്രത്തോളം ഉപകാരപ്രദമാണെന്ന് ഒന്നോർത്തു നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ഈ അറിവ് വെച്ച് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതെ. ആരോഗ്യകരമായ പല്ലുകളെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരമായ ശരീരമാണ്, സന്തോഷമുള്ള ഒരു പുഞ്ചിരിയാണ്. ശരിയാണ്. അപ്പോ ഈ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. തീർച്ചയായും. ഇനി നിങ്ങൾ പോകുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. പല്ലിന്റെ ഈ ഭാഗങ്ങളെക്കുറിച്ചും അതിന്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ സംസാരിച്ചില്ലേ? ഇത് മനസ്സിലാക്കിയത് നാളെ നിങ്ങളൊരു കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനോടോ പല്ല് തേക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? അതൊരു നല്ല ചിന്തയാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ, കുറച്ചുകൂടി ലളിതമായ ഉദാഹരണങ്ങളൊക്കെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു ചെറിയ മാറ്റം എന്തായിരിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണ്. അടുത്ത അധ്യായത്തില് നമുക്ക് വീണ്ടും കാണാം.